നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിൽ സ്കോട്ട്ലൻഡിനെതിരെ 5 വിക്കറ്റിന് വിജയിച്ചുകൊണ്ട് ഇംഗ്ലണ്ട് ഒടുവിൽ ഈഡനിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് T20 വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ട് ഒരു യൂറോപ്യൻ ടീമിനെ പരാജയപ്പെടുത്തുന്നത്. കളിയിൽ സ്കോട്ട്ലൻഡ് ആദ്യം ബാറ്റ് ചെയ്ത് നിശ്ചിത 20 ഓവർ പൂർത്തിയാകുന്നതിന് മുമ്പ് 2 പന്തുകൾ ശേഷിക്ക് ഓൾ ഔട്ടായിരുന്നു. അവർ 152 റൺസാണ് അടിച്ചിരുന്നത്. ഇംഗ്ലണ്ടിന് വിജയലക്ഷ്യത്തിലേക്ക് എത്താൻ 18.2 ഓവറുകൾ വേണ്ടി വന്നു. 5 വിക്കറ്റ് നഷ്ടത്തിൽ അവർ 155 റൺസിലേക്ക് എത്തി. ഇംഗ്ലണ്ടിൻ്റെ വിജയശില്പി യഥാർത്ഥത്തിൽ ടോം ബാൻഡനാണ്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് കളിച്ചു. ജേക്കബ് ബത്തലും നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുകയുണ്ടായി. മത്സരത്തിൽ സ്കോട്ട്ലൻഡ് ആദ്യം ബാറ്റ് ചെയ്ത് 152 റൺസ് അടിച്ചപ്പോൾ അവരുടെ ടോപ്പ് സ്കോററായിട്ട് മാറിയത് ബാരിങ്ടൺ ആണ്. അദ്ദേഹം 32 പന്തുകളിൽ നിന്ന് 49 റൺസാണ് അടിച്ചിരുന്നത്. അതേസമയം ഓപ്പണർ ജോൺസ് 20 പന്തിൽ നിന്ന് 33 റൺസ് അടിച്ചു. ബ്രൂസ് 18 പന്തിൽ നിന്ന് 24 റൺസും അവസാനം ഒലിവർ ഡേവിഡ്സന് അവർക്ക് വേണ്ടി 15 പന്തിൽ നിന്ന് 20 റൺസും അടിച്ചിരുന്നു. അങ്ങനെയാണ് അവർ 152 റൺസിലേക്ക് എത്തി. ഇംഗ്ലണ്ടിന് വേണ്ടി ആദിൽ റഷീദ് 4 ഓവറിൽ 36 റൺസിന് 3 വിക്കറ്റിൽ വീഴ്ത്തിയപ്പോൾ ഡോസനും ജോഫ്രെ ആർച്ചറും 2 വീതം വിക്കറ്റുകളും വീഴ്ത്തിയിരുന്നു. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ടിൻ്റെ തുടക്കം പാളിയിരുന്നു. ഫിൽ സാൾട്ട് 2 റൺസുമായിട്ടും ജോസ് ബട്ട്ലർ 3 റൺസുമായിട്ടും മടങ്ങി. പക്ഷേ ജേക്കബ് ബത്തലും ടോം ബാൻഡനും ചേർന്നുള്ള കൂട്ടുകെട്ട് ടീമിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി. ബത്തൽ 28 പന്തിൽ നിന്ന് 2 ഫോറും 1 സിക്സും അടക്കം 32 റൺസ് അടിച്ചു. ഹാരി ബ്രൂക്ക് പിന്നീട് 4 റൺസുമായിട്ടും മടങ്ങിയെങ്കിലും ഒരു ഭാഗത്ത് ബാൻഡൻ തൻ്റെ മുന്നേറ്റം തുടർന്നു. സാം കറൺ 20 പന്തിൽ നിന്ന് 18 റൺസ് അടിച്ചു. വിൽ ജാക്സ് 10 പന്തിൽ നിന്ന് 1 ഫോറും 1 സിക്സും അടക്കം 16 റൺസുമായിട്ട് പുറത്താകുന്നു. ടോം ബാൻഡൻ 41 പന്തുകൾ 4 ഫോറും 3 സിക്സും അടക്കം 63 റൺസുമായിട്ട് ടീമിൻ്റെ വിജയത്തിന് ചുക്കാൻ പിടിക്കുകയും ചെയ്തു. ഏതായാലും ഇംഗ്ലണ്ട് മത്സരം വിജയിച്ചു. അതേസമയം ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ അയർലൻഡ് ഒമാനെ തകർത്ത് തരിപ്പണമാക്കി. എന്ന് പറഞ്ഞാൽ 96 റൺസിൻ്റെ തകർപ്പൻ വിജയമാണ് അയർലൻഡ് സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത അയർലൻഡ് നിശ്ചിത 20 ഓവറുകളിൽ 5 വിക്കറ്റിന് 235 റൺസ് അടിച്ചിരുന്നു. അവർക്ക് വേണ്ടി മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്തത് തീർച്ചയായിട്ടും അവരുടെ ടക്കറാണ്. 51 പന്തിൽ നിന്ന് 94 റൺസാണ് അദ്ദേഹം അടിച്ചത്. ഡിലൈന് 30 പന്തുകളിൽ നിന്ന് 56 റൺസ് അടിച്ചപ്പോൾ ഡോക്ടലിൻ്റെ ഒരു കിടിലൻ ഫിനിഷിംഗ് ഉണ്ടായിരുന്നു. 9 പന്തുകൾ മാത്രം നേരിട്ട് താരം 5 സിക്സറുകളുടെ സഹായത്തോടെ 35 റൺസുമായിട്ട് പുറത്താകുന്നു. മറുപടി ബാറ്റിംഗിൽ ഒമാൻ 18 ഓവറുകളിൽ 139 റൺസിന് ഓൾ ഔട്ടായി. കലീം 29 പന്തിൽ നിന്ന് 50 റൺസ് അടിക്കുകയും അതുപോലെ മിർസ 37 പന്തിൽ നിന്ന് 46 റൺസ് അടിക്കുകയും ചെയ്തെങ്കിലും മറ്റാർക്കും മികവ് കാണിക്കാൻ കഴിയാതെ പോയപ്പോൾ അവർ തകർന്ന് തരിപ്പണമാവുകയായിരുന്നു. 96 റൺസിൻ്റെ തോൽവി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.